ട്രംപിന്റെ 50% തീരുവയും. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയ ഉടനെ തന്നെ ഇന്ത്യ തകർന്നു പോകുമെന്ന? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യേണ്ടത് അമേരിക്കൻ മാർക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ പിടിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ രാജ്യങ്ങളിലേക്കുള്ള രാജ്യത്തു നിന്നുള്ള സാധനങ്ങൾ കയറ്റി അയക്കാനുള്ള ശ്രമം നടത്തുക. ആരുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല. വഴങ്ങാതിരിക്കുന്നതാണ് വൃത്തി. 10 ദിവസം പട്ടിണി കിടന്നാലും വേറൊരാളുടെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും. നമുക്കറിയാമല്ലോ, കുറേ രാജ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ തന്നെ നമ്മുടെ രാജ്യത്തിന് മേളിൽ കുറേ കൽപ്പനകൾ അങ്ങ് ഇറക്കും. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഒരുത്തനും ഒരു കൽപ്പനയും ഇറക്കണ്ട, എല്ലാവരും അതൊക്കെ മതിയാക്കി. അതുപോലെ തന്നെ ട്രംപിനും കുറേ ഗുണ്ടായിസമാണ്. നിങ്ങളെ ഞങ്ങൾ ഒതുക്കി തരും. അദ്ദേഹം ലോകം മുഴുക്ക ഒതുക്കുന്ന ആളാണ്. നമ്മുടെ രാജ്യത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഏത് രാജ്യത്തെന്നും വാങ്ങണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് വേറൊരു രാജ്യത്തിന്റെ തലവനാണ്. ഇതൊന്നും ന്യായമായ കാര്യങ്ങളല്ലല്ലോ. ഇപ്പൊ പുതിയ വാർത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെനിസ്വേലൻ പ്രസിഡന്റിനെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നെങ്കിൽ അത് വരാതെ തടയുകയല്ലേ വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അടുത്തൊരു രാജ്യത്തിന്റെ തലവനെ കൊന്നു കഴിഞ്ഞാൽ എത്രയോ മില്യൺ ഡോളർ അദ്ദേഹം കൊടുക്കാന്നൊക്കെ പറയും. ഇദ്ദേഹത്തിന് ഈ എന്തിന്റെ കേടാണ്? നമ്മുടെ രാജ്യത്തേക്ക് ഒരു സാധനം ആരെങ്കിലും കടത്തിക്കൊണ്ട് വരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് അത് കടക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളതിനെ പ്രതിരോധിക്കുക. അത് ആ എവിടെ നിന്നാണോ അത് കടന്നു വരുന്നത് ആ വഴി നമ്മൾ അടയ്ക്കുക എന്നുള്ളതല്ലാതെ ആ രാജ്യത്തിന്റെ തലവനെ നമ്മൾ കൊന്നുകളയാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിപ്പോൾ അങ്ങോട്ട് മുമ്പോട്ട് പോകണതിനി? അതുകൊണ്ട് തന്നെ തൽക്കാലം അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊടുക്കരുത് എന്ന് തന്നെയാണ് അതിന്റെ ന്യായമായ കാര്യം. ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റഷ്യയെ കൊണ്ടോ ചൈനയെ കൊണ്ടോ വലിയ ഗുണങ്ങളൊന്നുമില്ല. ചൈനയെ കൊണ്ട് തീരെയില്ല, ഉപദ്രവമല്ലാതെ. എന്നാൽ റഷ്യയെ കൊണ്ട് നമുക്ക് ആയുധങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാം. മുമ്പ് സഹായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ റഷ്യയെ കൊണ്ട് ചെറിയ സഹായം ഉണ്ടെന്നെങ്കിലും പറയാം. ചൈനയെ കൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല. ചൈന ഇതുപോലെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു രാജ്യമാണ് ചൈന. പാകിസ്ഥാനെ കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഉണ്ടാക്കുന്നത് തന്നെ ചൈനയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിഗംഭീരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തകർക്കാൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരുത്തൻ നടപ്പുണ്ട്. അവനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അപരാധങ്ങളൊക്കെ പറയുന്ന ഒരാൾ. നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടന തകർന്നു പോയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിനോടൊപ്പം ഇയാളും ചേർന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവന് നമ്മുടെ രാജ്യം തകർന്നാൽ എന്താ, നശിച്ചാൽ എന്താ, അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നോക്കുന്നത്. ഇവിടെ ആകപ്പാടെയുള്ള പ്രശ്നം എന്താ? കാരണം രാജ്യം ഭരിക്കുന്നവര് വർഗീയത വളർത്തുന്നു എന്ന ഒരു ആരോപണം മാത്രമാണ് ഉള്ളത്. അല്ലാതെ നമ്മുടെ സമ്പദ്ഘടന അല്ലെങ്കിൽ സമ്പത്ത് മോട്ടിച്ചുകൊണ്ട് പോയെന്ന് പറയാൻ വേണ്ടി ആരുമില്ല. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു കുടുംബം പോലും ഇല്ല, ഭാര്യയും മക്കളും പോലും ഇല്ല. പിന്നെ ആർക്ക് വേണ്ടി അദ്ദേഹം മോട്ടിക്കുന്നത്? അദ്ദേഹത്തിന്റെ ശമ്പളം പോലും അങ്ങേര് വാങ്ങിക്കാറില്ല. ധീരനായ ഒരു ഭരണാധികാരിയാണ് ഒരു രാജ്യത്തിന് ആവശ്യം. അത് അയാൾക്കുണ്ട്. അയാൾക്ക് ആര് വരട്ടിയാലും പെട്ടെന്നൊന്ന് വിഴുന്നു കൊടുക്കാത്ത ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇപ്പോഴും പ്രതികരിച്ചില്ലെങ്കിൽ അയാൾ കൂടുതൽ ഉപരോധങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരും. ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഇട്ട് വിറപ്പിക്കുന്നത് പോലെ ആ രാജ്യങ്ങളിലൊക്കെ ഇയാൾ കാണിക്കുന്ന അഭ്യാസം പോലെ നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്ന് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പിന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരുപാട് സമ്പത്ത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോടി ഡോളറിന്റെ ബിസിനസ്സൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നല്ലൊരു ബിസിനസ്സുകാരനുണ്ട്, സാബുവൻ ജോർജ്. അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ കമ്പനികളൊക്കെ പൂട്ടേണ്ടി വരും. 50% ഇപ്പോൾ 500% ആക്കുമെന്നൊക്കെ പറയുന്നു പുള്ളിയുടെ ഭീഷണി. ഇതിനൊന്നും വഴങ്ങി കൊടുക്കാൻ പാടില്ല. നമുക്ക് അല്പം ചിലപ്പോൾ തൽക്കാലം കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നൊക്കെ അവർക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടുമ്പോൾ അവർ ഓരോ കമ്പനിക്കാർ ഓരോ ഷോപ്പുകൾ നടത്തുന്നവർ അത്തരം രാജ്യങ്ങളിൽ ചെന്ന് സാധനങ്ങൾ എടുത്തോളും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇദ്ദേഹത്തിന്റെ ഈ ഭീഷണിക്ക് വഴങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുമ്പൊക്കെ നമ്മുടെ രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭീഷണികൾ വരാറുണ്ട്. നിങ്ങളുടെ ആൾക്കാരെ അത്രയും ഞങ്ങളങ്ങ് കയറ്റിവിട്ടുകളയും, ഇപ്പോൾ തന്നെ കയറ്റിവിട്ടുകളയും. ഉടനെ തന്നെ നാട്ടിൽ എല്ലാ ചാനലുകാരും വളഞ്ഞിരുന്ന് അങ്ങ് ചർച്ച ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, നമ്മുടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അതുകൊണ്ട് നമ്മൾ കുറച്ച് വിട്ടുകൊടുക്കുക, താങ്ങിക്കൊടുക്കുക എന്നൊക്കെ. ഇപ്പോൾ എന്താ ആരുടെയും ചർച്ച കാണുന്നില്ലല്ലോ. 50%, 500% ആക്കാമെന്ന് പറഞ്ഞിട്ടും ആർക്കും വലിയ പ്രതിഷേധമൊന്നുമില്ല. അവിടെ അമേരിക്ക കിടക്കണവരൊക്കെ ഇഞ്ഞു വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ ആരും ചോദിക്കുന്നത് കേൾക്കാനില്ല. അതുകൊണ്ട് ട്രംപ് പറയണത് പോലെ നിങ്ങൾ അനുസരിക്കുക എന്ന് ഒരാളും പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ
ആദ്യമൊക്കെ അതായിരുന്നു ചർച്ച. നിങ്ങൾ കുറച്ചങ്ങ് അനുസരിക്കും, നമ്മൾ കുറച്ചങ്ങ് വിട്ടുകൊടുക്കണ്ടേ, നമ്മളെ രാജ്യത്തെ ജനങ്ങളല്ലേ അവിടെ കിടന്ന് ജോലികൾ ചെയ്യണത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങ് വിട്ടുകൊടുത്താൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഭയങ്കര ചർച്ചകളാണ്. ഇപ്പോൾ ആരുടെയും ചർച്ചകൾ കാണാനില്ല. ട്രംപ് 500% ആക്കുമെന്ന് പറഞ്ഞിട്ടും ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നമ്മുടെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കണം. ട്രംപ് എന്നല്ല ആര് വരട്ടിയാലും ആ ഭീഷണികൾക്ക് വഴങ്ങി കൊടുക്കാൻ പാടില്ല. പട്ടിണി കിടക്കാൻ തയ്യാറുള്ളവരാണ് നമ്മുടെ രാജ്യത്തെ മനുഷ്യർ. 500, 600, 1000 വർഷങ്ങളോളം നമ്മൾ അടിമകളായിട്ട് നമ്മളെ വിദേശ രാജ്യത്തുനിന്ന് ഭരണാധികാരികൾ വന്നിട്ട് നമ്മുടെ 500, 1000 വർഷങ്ങൾ അടിമകളാക്കി ഭരിച്ച ഒരു രാജ്യമാണ് നമ്മൾ. വീണ്ടും വീണ്ടും നമ്മളെ അടിമകളാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളതെല്ലാം അനുസരിച്ച് അണ്ണാ ട്രംപ് അണ്ണ ഞങ്ങൾ സമ്മതിച്ചെണ്ണ, നിങ്ങൾ എടുത്തോളി, ഞങ്ങൾ കുറച്ച് കാലുടിക്കാം, ഞങ്ങൾ ഇനി ഒരിടത്തൊന്നും വാങ്ങിക്കില്ല, നിങ്ങളെന്ന് തന്നെ മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തലയും കുനിഞ്ഞ് ഇരിഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും കൊള്ളാം. അടുത്ത വേറെ ഭീഷണി വരും. നിങ്ങളിനി ഇവിടെ തുണി എടുത്തോണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഡ്രസ്സ് നിങ്ങൾ ഇട്ടില്ലെങ്കിൽ നാളെ മുതൽ അമേരിക്കയിൽ നടക്കുന്നത് പോലെ തന്നെ എല്ലാവരും ചട്ടിയും പ്രൈസർ ഇട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിനെ ഞാൻ തകർത്ത് കളയും. ഉടനെ എല്ലാവരും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പിന്നെ ചൂരിദാറ സാരിയൊക്കെ ഊരിക്കളഞ്ഞിട്ട് ജട്ടിയിട്ടൊന്ന് നടക്കുക. ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേ കോടിക്കണക്കിന് നഷ്ടം വരുമായിരിക്കും. ചോറ് തിന്നുകൊണ്ടിരുന്ന നമ്മൾ കഞ്ഞി കുടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, അന്തസ്സായിട്ട് കിടക്കാമല്ലോ. ഒരുത്തൻ്റെയും ഭീഷണിക്ക് വഴങ്ങരുത്. ലോകത്ത് ഒരുത്തൻ്റെ ഭീഷണിക്ക് വഴങ്ങാൻ പാടില്ല. രാജ്യത്തിൻ്റെതായ ഒരു പവർ വേണം. എങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. എന്തെങ്കിലും പറയുമ്പോൾ മറ്റവൻ്റെ കാല് പിടിക്കാൻ പോകുന്ന ഒരു രീതി കുറെ കാലമായിട്ടില്ല. ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അയാൾ അങ്ങോട്ട് കയറ്റി വിടുന്നെങ്കിൽ കയറ്റി വിടട്ട്. 50% തീരുവെങ്കിൽ 50% തീരുവ. നമ്മുടെ രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കെല്ലാം 500% വെച്ച് കൊടുക്കണം. അവരും നമ്മുടെ രാജ്യത്തേക്ക് ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. ഏതെല്ലാം സാധനങ്ങൾ ഇന്ത്യയുടെ അമേരിക്കൻ്റെ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് വിൽക്കുന്നു, ആ സാധനങ്ങൾക്ക് അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഏറ്റ കുറച്ചില്ല വരും. നമുക്ക് 100 നഷ്ടം വരണമെങ്കിൽ 50 അവനും നഷ്ടം വരും. അപ്പോഴവനും ചിന്തിക്കും. അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ചെന്ന് ട്രംപിൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചൈനയെ കൂട്ടി പിടിക്കുന്നതോടൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചൈന എന്ന് പറയുന്നത് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ചൈനയ്ക്കുള്ളത്. കാരണം ഏഷ്യൻ രാജ്യത്തിലൊരു ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ശക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധബലോ മറ്റൊന്നുമല്ല, നമുക്കാണ് മാൻ പവർ ഉള്ളത്, നല്ല ടെക്നോളജി ഉള്ളത് നമുക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ അവിടെ നിന്ന് അവർ ബാൻ ചെയ്ത സമയത്ത് നമ്മുടെ രാജ്യത്തേക്ക് അതാണ് വന്നത്. അത് വേറൊരു രാജ്യത്തേക്ക് പോയില്ല. അതേപോലെ ഒരുപാട് കമ്പനികൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ള കമ്പനികൾ ചൈനയിൽ നടത്താൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആശ്രയിക്കാൻ പറ്റുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കൂടെ തകർത്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആരെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്തി നിർത്താം, ഞങ്ങൾ നിങ്ങൾക്ക് സാധനം തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള സ്ഥിതിക്ക് ചൈന നമ്മുടെ ഒരു സ്നേഹിതനായിട്ട് ഒരിക്കലും വരില്ല. ചൈനയേക്കാൾ മെച്ചം ട്രംപ് തന്നെയാണ്. കാരണം ചൈനയിൽ നിന്ന് നമുക്ക് ഒരു വരുമാനവും ഇല്ല. നമ്മൾ അവിടെ നിന്ന് ഇറക്കുമതിയല്ലാതെ കയറ്റുമതി, ചൈനയിലേക്ക് കയറ്റുമതി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. നമ്മൾ 100% ഇറക്കുമ്പോൾ 5%, 10% ആയിരിക്കും നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയോട് കൂട്ടുപിടിക്കുന്നതിനകത്ത് നമുക്ക് താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ റഷ്യയായിട്ട് നമ്മൾ പണ്ട് മുതലേ കൂട്ടാണ്, നമ്മൾ സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്ക് ആയുധങ്ങൾ തരികയും സഹായിക്കുകയും ടെക്നോളജികൾ പറഞ്ഞു തരികയും അമേരിക്ക അവരുടെ കപ്പലുകളൊക്കെ നമ്മുടെ കടലിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി വരട്ടി മാറ്റിയതൊക്കെ അന്ന് റഷ്യ തന്നെയാണ്. അതിൻ്റെ ഒരു സ്നേഹവും നന്ദിയൊക്കെ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം. അവരൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ നമ്മളും അവരെ സഹായിക്കേണ്ടത് തന്നെയാണ്. ആ സഹായം മാത്രമാണ് മോദി ചെയ്തത്. അതുമല്ല, നമുക്ക് അറേബ്യൻ രാജ്യങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഭയങ്കരമായിട്ട് വില കുറച്ചിട്ട് അദ്ദേഹം ഇന്ത്യക്ക് പെട്രോൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും വികസനം നടക്കുന്നത്. എന്തുമാത്രം വികസനമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതെല്ലാം കംപ്ലീറ്റ് പെട്രോളിൻ്റെ വരുമാനമല്ലേ, അല്ല നമുക്ക് മറ്റു വരുമാനമൊന്നും ഇല്ലല്ലോ. ഈ പെട്രോളിൽ നിന്ന് കിട്ടും. ഇപ്പം 109 രൂപയ്ക്കും കണ്ട പെട്രോൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വളരെ തുച്ഛമായ പൈസ മാത്രമേ ആവുന്നുള്ളൂ. ഇത്രയും പൈസ നമുക്ക് വരുന്നത് കൊണ്ടാണ് ഇത്രയും വികസനങ്ങൾ, സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത വികസനങ്ങളല്ലേ നമ്മുടെ രാജ്യത്തേക്ക് നടക്കുന്നത്. അതിനെല്ലാം പണം എവിടെ നിന്നാണ്? അതുകൊണ്ട് തന്നെ തൽക്കാലം അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം തന്നെ മോദി എടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. ട്രംപിന് ഒരു കാരണവശാലും താഴ്ന്നു കൊടുക്കരുത്.